ആദിലയ്ക്ക് അബദ്ധം പറ്റിയതാണെന്ന് ഇനി ആരും പറയണ്ട. കാരണം എന്ന് വെച്ചാൽ ആദില വളരെ വ്യക്തമായിട്ട് ഒനീലിനോട് പറയുന്നുണ്ട്, ഞാൻ എവിടെ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയതല്ല, ഇതെന്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അനുമോളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. എന്താണ് ഇപ്പോൾ ലൈവിൽ നടന്നതെന്ന് നമുക്ക് നോക്കാം. സീരിയൽ കാരണം ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ലൈവിൽ നടന്നത് ഒനീലിന്റെയും ആദിലയുടെയും നടത്തമാണ്. അവർ തമ്മിൽ നടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദില ഒരു വലിയ എസ്സേ പോലെ നമ്മുടെ എണ്ണി 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 അനുമോൾക്ക് നന്ദി പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അതിൽ എതിർപ്പുണ്ട്. ബിക്കോസ് അതിൽ അക്ബറിന് ഒരു വെള്ളപൂശൽ ആദില നടത്തി. അതുകൊണ്ട് തന്നെ അത് പലരുടെയും ഉള്ളിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി. അല്ലാതെ അനുമോളോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊന്നും ആരും കരുതണ്ട. പകരം അക്ബറിനെ വെള്ളം പൂശിയപ്പോഴത്തേക്കും അവിടെ പലർക്കും ആ ഒരു ഡൗട്ട് വരാൻ തുടങ്ങി. അക്ബറിനെ കപ്പെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പരിശീലനമൊക്കെ എടുത്തിട്ട് വന്നിട്ട് ആദിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ച് ആദിലിനെയും നൂറയെയും അവിടെ ബലിയാടാക്കി അക്ബറിന് വേണ്ടിയിട്ട് എന്താ പറയാ ഒരു ബലി കൊടുത്ത് അക്ബറിനെ ജയിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ചെയ്തതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒനിയില് ആദിലയുമായിട്ടൊരു വലിയ ഒരു നടത്തം നടക്കുകയാണ്. അപ്പോ ആദിലെടുത്ത് പറയുന്നുണ്ട്, നീ ഇനിയിപ്പോ അവിടെ പോയി കോംപ്രമൈസ് ടോക്കിനൊന്നും നിൽക്കണ്ട, പക്ഷെ നീ പറഞ്ഞത് അത് സത്യത്തിൽ എന്താണ്, അത് ശരിക്കും എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത്, അത് നീ തന്നെ പറഞ്ഞതാണോ എന്നിങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദില പറയുന്നുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ആ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒനിയിൽ ഒന്നും കൂടെ ഒന്ന് തെളിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പോ പുറത്തു പോയവര്, നിങ്ങളിപ്പോ 7 പേര് ഇതിൽ ഹാപ്പി ആയിട്ട് നിൽക്കുക. നിങ്ങൾ ഈ പറയുന്ന 7 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ പുറത്തു പോയവരിൽ പലർക്കും പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാടിലുണ്ടായ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം ശൈത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ശൈത്യ അവിടെ പുറത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ശൈത്യക്ക് ഓൾറെഡി ആ ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതിപ്പോ ഈ പറയുന്ന അനുമോളുമായിട്ട് ബന്ധപ്പെട്ടും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് ശൈത്യയുടെ ഒരു പക്ഷം അല്ലെങ്കിൽ ശൈത്യ പറഞ്ഞത് കൊണ്ട് അങ്ങനെ വല്ലതും ആണോ ആദില നീ അത് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഒനീലിന് അനുമോളുടെയും ആദിലയുടെയും നൂറയുടെയും ഒക്കെ സൗഹൃദത്തെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമുണ്ട്. തുടക്കം വന്നപ്പോൾ വളരെ ലോ ആയിട്ട് ഗെയിം കളിച്ച എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒനീലിന്റെ കയ്യിൽ ഷാനവാസന്റെ അടുത്തുനിന്ന് ഒരു ബാൻഡ് കിട്ടി. ഒനീല് ഇതെന്തോന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേറൊരാൾ അത് എടുത്തിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും ഗെയിം ഒന്നും ചിന്തിക്കാതെ വന്ന, ഒട്ടും ഗെയിം കളിക്കാൻ അല്ലാതെ വന്ന ഒനീല് എത്രത്തോളം പിടിച്ചു നിന്നു. അതിനുശേഷം അഭിയുമായിട്ടുള്ള ഒരു സൗഹൃദം വന്നു. അതിനുശേഷം വലിയ വലിയ കാര്യങ്ങളിൽ നന്നായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ജിസേലിന്റെ പാവാട താങ്ങി എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ ഉണ്ടായിട്ട് അവസാനം അതിൽ നിന്ന് ഇറങ്ങി ജിസേലിനെതിരെ ശക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. നല്ല ഒരു മത്സരാർത്ഥിയായിട്ട് ഒനീല് കുറെ പ്രശ്നങ്ങളിലും ഒക്കെ വന്നിട്ട് പോയ ആ ഒനീല് ഇത്രയും പുറത്ത് വന്നതിന് ശേഷം മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ഒനീല് ഇന്നലെ വന്ന ഉടനെ തന്നെ ആദിലേക്കും നൂറയ്ക്കും പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങള് ഇവിടുന്ന് ആദ്യം എവിക്റ്റായ ഒരുപാട് പേർക്ക് അതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇവിടുന്ന് എവിക്റ്റായി പോയതിൽ ഇവിടെ നിൽക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവർക്ക് കുറച്ച് അസൂയയുണ്ട്. ആ അസൂയയും ആ ഫ്രസ്ട്രേഷനും പലരും കാണിക്കും. അതിവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരും, നിങ്ങൾ അത് എടുക്കരുത് എന്ന് ഒനീല് വന്ന പാടെ ആദിലേക്കും നൂറയ്ക്കും ഒരു ക്ലാസ് കൊടുത്തതായിരുന്നു ഇന്നലെ. എന്നിട്ട് ആദില ഇത്രയും മാറി ചിന്തിച്ച് ഈ പറയുന്ന അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് അനുമോളെ ഇത്രയും താറടിച്ച ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒനീല് വീണ്ടും പറയുകയാണ്, അത്രയും വിസിബിൾ ആയിട്ട് പറയാൻ തനിക്ക് കഴിയില്ല എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഇൻഫ്ലുവൻസ്ഡ് ആയതാണോ, അത് എനിക്ക് അറിയേണ്ട കാര്യം നീ നിന്റെ ഇതിൽ തന്നെ പറഞ്ഞതാണോ എന്ന്. അപ്പൊ ആദില വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശൈത്യ പറഞ്ഞിട്ടൊന്നുമല്ല, ഇതെനിക്ക് മുന്നേ തോന്നിയ ഒരു കാര്യമാണ്, പിന്നെ ഇതെനിക്ക് ഇനിയും പറഞ്ഞേ പറ്റൂ എന്ന് തോന്നിയത് കൊണ്ട് പറയുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോ ആദിലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുഴി തോണ്ടി വെച്ചിരിക്കുകയാണ്. എന്നാൽ അതിലേക്ക് തള്ളിയിട്ട് മണ്ണിട്ട് മൂടിക്കൊടുക്കുന്ന കണക്ക് ഒനിയിൽ ഒരു കാര്യം പറഞ്ഞു, ഓക്കെ ഇനി എന്തായാലും ആ കൂടി 2-3 ദിവസമല്ലേ ഉള്ളൂ, പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് പോവുക. ഇപ്പൊ ഈ ആദില വിചാരിക്കുന്നത് എന്തെന്നറിയോ, ആദില ഇന്നലെ രാത്രി അക്ബറുമായിട്ടൊക്കെ ഒരു സംഭാഷണം ഉണ്ടായ സമയത്തും ശാരികയും എല്ലാവരും ആ സംസാരിക്കുന്ന സമയത്ത് ഇനി എന്തൊക്കെയാണെങ്കിലും ശരി, പുറത്ത് ഇവരെ അറിയോ അറിയാതിരിക്കോ, പക്ഷെ ഇതിനകത്തുള്ള എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെളിയിച്ചു കൊടുക്കും അനുമോൾ എന്തോ ആണെന്നൊക്കെ. ഇത് ആദില ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ വെല്ലുവിളിക്ക് ശേഷമാണ് ഷാനവാസ് ഇക്കാടെ മുന്നിൽ വെച്ച് ഒരു കോംപ്രമൈസ് ടോക്കിന് ആദിലയും നൂറയും ഈ പറയുന്ന അനുമോളുടെ അടുത്ത് എത്തിയത്.
എന്തിനായിരുന്നു ആ നട്ടപ്പാതിരാത്രിക്ക് അങ്ങനെ ഒരു നാടകം എന്നുള്ളത് അനുമോൾക്കും ഷാനവാസിനും ഇപ്പൊ മനസ്സിലാവുന്നില്ല. എന്നാൽ അതിനുശേഷം ഇന്ന് രാവിലെ കറക്റ്റ് നേരെ തന്നെ എല്ലാവരുടെയും മുന്നിൽ തന്നെ അനുമോൾക്കിട്ടൊരു കുത്തു കൊടുത്തിരിക്കുകയാണ് ആദില. അപ്പോൾ ഈ ആദിലയും അനുമോളും തമ്മിലുള്ള പ്രശ്നമായിരിക്കാം ഇനി ഈ ഉള്ള ഒരു ദിവസം നടക്കാൻ പോകുന്ന ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്കും തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന കുഴിയിലെല്ലാം പോയി വീഴുന്നത് പാവം ആദിലയും നൂറയുമാണ്. എനിക്ക് ആ ഒരു വാക്ക് ഇവിടെ പറയാൻ തോന്നുന്നതിന് കാരണം ആദിലയ്ക്കും നൂറയ്ക്കും സത്യം പറഞ്ഞ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലാതെ പോയി. അവർക്ക് അവരെ പോലും എനിക്ക് പിന്നെയും നൂറയെ മാറ്റി നിർത്താം. ആദിലയ്ക്ക് എവിടെ ഉറച്ചു നിൽക്കണമെന്ന് അറിയത്തില്ല. കുറച്ച് ദിവസം അക്ബറിന്റെ സ്വഭാവമൊക്കെ കണ്ടിട്ട് അക്ബറിനെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കുറ്റം പറയും. ഷാനവാസക്കാർ പറയാൻ ഇനി ഒന്നുമില്ല, അനുമോളെ എപ്പോഴും പറയും. അപ്പം ശരിക്കും പറഞ്ഞ അതുപോലെ തന്നെ ഈ പറഞ്ഞ നെവിനെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആദിലയ്ക്ക് അപ്പോൾ എന്ത് ഇൻഡിവിജ്വാലിറ്റി ആണ് ഇതിനകത്തുള്ളത്? ആദില എവിടെയും മാനിപ്പുലേറ്റഡ് ആകുന്ന വ്യക്തിയാണെന്ന് ആദില ഓൾറെഡി പറഞ്ഞു. അനുമോളം കാരണം ഞാൻ പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആകുന്ന വ്യക്തിയാണെന്ന് തെളിയിച്ചു തന്നതിന് നന്ദി അനുമോളെ എന്ന് പറഞ്ഞ ആദില ഇപ്പൊ വീണ്ടും മാനിപ്പുലേറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. പുറത്തു വന്ന എല്ലാവരിൽ നിന്നും ആദിലയും നൂറയും എല്ലാ ന്യൂസും പിടിച്ചെടുത്തിട്ട് ആകെ മൊത്തത്തിൽ ഗെയിം എല്ലാം മറന്ന് ഇപ്പം അവര് ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് മാത്രം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ പുറത്തിറങ്ങുമ്പോൾ ഈ പറയുന്ന ഈ 4 കാലിൽ അങ്ങ് വീഴുക എന്ന് പറയത്തില്ലേ, അതേപോലെ വീണ് കിടക്കേണ്ടി വരും. ഈ പറയുന്ന ആരും ശൈത്യോ ബിൻസിയോ ഒന്നും തന്നെ താങ്ങിയെടുത്ത് ഒന്ന് അയ്യോ പോട്ടെ എന്ന് പറയാൻ പോലും കാണത്തില്ല. കാരണം അവർക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് കിട്ടുന്ന ഈ പറയുന്ന ചീത്തവിളികൾ മാറ്റി വെച്ചിട്ടല്ലേ ഈ ആദിലയ്ക്കും നൂറയ്ക്കും സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാനാണ് ഈ പറയുന്ന ഒനിയിലും അഭിയും എടുത്തെടുത്ത് സംസാരിക്കുന്നത്. കാരണം അത്ര ഈസി അല്ല ഈ പുറത്ത് എല്ലാവർക്കും ഒരുപോലെ അത് ഫേസ് ചെയ്യാൻ കഴിയില്ല. എനിക്കും തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ബുള്ളി ചെയ്യപ്പെട്ടിട്ടുള്ളത് മസ്താനിയാണ്. പക്ഷേ മസ്താനി അതിനെ സ്ട്രഗിൾ ചെയ്ത് മസ്താനിക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം പുറത്ത്. അവരെ വിശ്വസിച്ചിട്ടുള്ള, അവരെ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ കൊണ്ട് മസ്താനി അതിനെ ഓവർകം ചെയ്ത് മസ്താനി ഇവിടെ വന്നപ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു മസ്താനി എന്തു നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനായിട്ടാണ് ഇപ്പൊ ബിഹേവ് ചെയ്യുന്നത്. അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അന്ന് എല്ലാവരെയും ട്രിഗർ ചെയ്തതെന്ന് എന്ന് ഇപ്പൊ മനസ്സിലാക്കി കൊടുക്കാൻ മസ്താനിക്ക് സാധിച്ചില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ. നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. പക്ഷെ ആദിലയ്ക്കും നൂറയ്ക്കും ഇനിയൊരു റീ എൻട്രി ഇല്ല. അവർക്ക് ഇതണക്ക് പുറത്തു പോയി ബിൻസിയെ പോലെയും ശൈത്യം പോലെയും പുറത്തു പോയി ഇതെല്ലാം അനുഭവിച്ചിട്ട് വന്നിട്ട് വീണ്ടും അകത്ത് വന്നിട്ട് അയ്യോ ഞാൻ അന്ന് ഗെയിമിന് കാണിച്ചതാണേ, ഇന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അനുമോളാണെന്ന് പറയാൻ ഇനിയൊരു അവസരമില്ല. അതുകൊണ്ട് അതുകൊണ്ട് മുൻകൂട്ടി ഇതെല്ലാം പുറത്തുനിന്ന് കിട്ടിയതുപോലെ പുറത്തിട്ട് എന്തൊക്കെയോ അനുഭവിച്ചിട്ട് വന്നതുപോലെയാണ് ഇപ്പൊ ആദില അനുമോളുടെ നേരെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ പോകുന്നത്. നേരെ മറിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരു വട്ടം പോലും അനുമോള് ആദിലയെക്കുറിച്ചും നൂറയെക്കുറിച്ചും അവിടെ കുറ്റം പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അനുമോൾ ഈ പറയുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൂടെ നിന്ന് ആരെങ്കിലും കുറിച്ച് അനുമോൾ എന്തെങ്കിലും മോശം കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ആദിലെങ്ങാനും പറഞ്ഞു കൊടുത്ത ഒരു രഹസ്യം അനുമോൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അനുമോളുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്ന് ഞാൻ ഇനിയും പറയില്ല. അനുമോളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ശരികൾ ഉണ്ടായിരുന്നു. അനാവശ്യ കാര്യത്തിന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിട്ട് അനുമോളെ ഞാൻ എന്തായാലും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ സീരിയൽ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.